പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാനിലെ അവസാന വെള്ളിയാഴ്ചയ്ക്ക് വിട. ഇനി പള്ളികളിൽ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകുന്ന മണിക്കൂറുകൾ. 27-ാം രാവിന്റെ പൂർണ്ണതയ്ക്ക് പിന്നാലെയാണ് നോമ്പിലെ അവസാന വെള്ളിയിലേക്ക് വിശ്വാസികൾ പ്രവേശിക്കുന്നത്. പള്ളികളിൽ ജുമാ നമസ്കാരത്തിന് മുൻപുള്ള പ്രസംഗത്തിൽ ഇമാമുമാർ റംസാൻ മാസത്തിന് സലാം പറഞ്ഞു. അടുത്ത വർഷങ്ങളിലും റംസാൻ നോമ്പിൽ പങ്കാളികളാകാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങി. പുണ്യങ്ങളുടെ മാസത്തോട് വിട പറയുന്നതിന്റെ ദുഃഖവും ഈ ദിനത്തിൽ വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിരുന്നു. അവസാന വെള്ളിയാഴ്ചക്കും പെരുന്നാളിനും ഇടയിലുള്ള സമയത്ത് വിശ്വാസികൾ സക്കാത്തിലേക്ക് കൂടുതലായി കടക്കും. 3 ഘട്ടങ്ങളിലായി കണക്കാക്കുന്ന നോമ്പിലെ അവസാന 10 ദിവസങ്ങൾ നരകമോചനത്തിന്റെ ദിനങ്ങളായാണ് കരുതുന്നത്. 1000 മാസങ്ങളെക്കാൾ പവിത്രമായ രാത്രിയായി ഖുർആൻ പറയുന്ന ലൈലത്തുൽ ഖദറിന് പണ്ഡിതർ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന 27-ാം രാവിൽ വിശ്വാസി സഹസ്രങ്ങൾ അനുതാപ ചിന്തകളും പ്രാർത്ഥനയുമായി പള്ളികളിൽ കഴിച്ചുകൂട്ടി. പ്രത്യേക പ്രാർത്ഥനകളും തസ്ബീഹ് നമസ്കാരങ്ങളും പ്രഭാഷണങ്ങളുമായി വിശ്വാസികൾ ധ്യാനനിരതരായി. ഇന്നലെ രാത്രി ആരംഭിച്ച പ്രാർത്ഥനാ ചടങ്ങുകൾ പുലർച്ചെ വരെ നീണ്ടു. റംസാൻ ഔദ്യോഗികമായി വിട പറയുന്ന ഹൃദയഭേദകമായ ചടങ്ങ് അടുത്ത റംസാനിലേക്ക് ആയുസ്സുണ്ടാകണമേ എന്ന പ്രാർത്ഥനയും ആഗ്രഹവുമായാണ് വിശ്വാസികൾ റംസാനെ യാത്രയാക്കുന്നത്. അറിയിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ടല്ലേ നമുക്കുണ്ടാകുന്ന ആയതുകൊണ്ട് നാം ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ കഴിവിന്റെ പരമാവധി ഈ റമദാനും അതുപോലെ ശേഷമുള്ള ദിവസങ്ങളും റമദാൻ കഴിഞ്ഞു പോയല്ലോ, ഇനി എന്റെ തോന്നി പോലെ നടക്കാം. റമദാൻ കഴിഞ്ഞില്ലേ, ഇനി പണ്ടത്തേതുപോലെ തന്നെ നടക്കാലോ, മറ്റൊരു റമദാൻ വരാണ്ടല്ലോ ചിന്തിക്കാൻ പാടില്ല. ഒരു റമദാൻ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിൽ നാം ദോഷം പൊറുപ്പിക്കണം. അല്ലാതെ ഇരുന്നാൽ ഒരവസരത്തിൽ മിമ്പറയിൽ കിടന്ന അവസരത്തിൽ 3 ആമീൻ പറയും. കാലത്തിലേക്ക് ഒരു 10 പൈസ സ്കൂളിൽ പോകാൻ വേണ്ടി കിട്ടണം. എത്ര ഉപ്പാന്റെയും ഉമ്മാന്റെയും പിന്നാലെ നടക്കണം. നമ്മൾ ചിന്തിച്ചോക്ക്. ഇന്ന് അതിലെല്ലാം കയ്യും കെട്ടി പോയിക്കൊണ്ട് ഇറങ്ങോട്ട് എനിക്കിപ്പോ 5 റുപ്യ വേണം, അല്ലെ 10 റുപ്യ വേണം, അല്ലെ 50 റുപ്യ വേണം പറയുമ്പോൾ എടുത്തു കൊടുക്കുന്ന ഗതികേടല്ലേ. അതെല്ലാം ഈ പൈസ കുട്ടി എന്തിന് ചെലവാക്കുന്നു, എങ്ങോട്ട് ചെലവാക്കുന്നു, നാം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് സ്കൂളിന്റെ കോമ്പൗണ്ടിന് പുറത്ത് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും കഞ്ചാവിന് അടിമപ്പെട്ടുപിടിക്കുകയാണ്. എത്ര 16ഉം 17ഉം വയസ്സായ ആൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളും കൊണ്ട് പല ഭാഗത്തുണ്ട്. പെൺകുട്ടികളിൽ നിൽക്കാനായിരിക്കുന്ന ആളുകളുണ്ട്. ഈ പെൺകുട്ടിയെ കാത്തു നിൽക്കുകയാണ്. ഈ കച്ചവടക്കാരൻ വരെ ഓരോ കൂടെ എന്താണ് വാങ്ങിയിട്ട് അവരെ വെക്കുകയാണ്, തൊള്ളയിൽ വെക്കുകയാണ്. ഇതാണ് ഇന്ന് സഹോദരന്മാർ. നാം ഉണർന്നിട്ടില്ല എങ്കിൽ, നാം ഉറക്കം നടിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങൾ നാം കടിഞ്ഞാണിട്ടില്ല എങ്കിൽ സഹോദരന്മാരെ വലിയ ബുദ്ധിമുട്ടാണ് വരാനിരിക്കുന്നത്. എന്നെ കടിഞ്ഞാണ് പിടിച്ചു കെട്ടുകയല്ല, ആ കുട്ടിയെ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കിയെടുക്കുക. അല്ലാണ്ട് വടിയെടുത്ത് അടിക്കുകയോ വടയെടുത്ത് വെട്ടുകയോ അല്ല വേണ്ടത്. നല്ല നിലയിൽ ഉപദേശം നൽകിക്കൊണ്ട് പറയാൻ മുന്നിൽ മതപരമായിരിക്കുന്ന വിദ്യാഭ്യാസങ്ങളെ കൊടുക്കാനോ ശ്രമിക്കണം. ചെറുപ്പത്തിലെ നാം വളർത്തിയെത്തി കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാൻ സാധ്യമാകുന്നതാണ്. SSLC +2 കഴിഞ്ഞവരാണോ? മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ. എക്സ്റേ അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ്, ഓഫ്താൽമിക് അസിസ്റ്റന്റ്, ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ, ഡിപ്ലോമ ഇൻ ECG ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ, ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം, ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ, തിയറി ട്രെയിനിംഗ് ക്ലാസുകൾ, കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ. 3 മാസം, 6 മാസം, 1 വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും ബന്ധപ്പെടുക. അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ചന്തപ്പടി, പൊന്നാനി. ഫോൺ 6282647067 9061418708.